ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഒരു കർക്കിടക പായസം. അത് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ കർക്കിടക കഞ്ഞി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ഇത് പായസമാണ്. ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്, കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലാണ് നമുക്ക് രോഗങ്ങൾ വരാനുള്ള ചാൻസുള്ള ഒരു മാസം. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായി നമ്മുടെ ഭക്ഷണത്തിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഈ മാസത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് അത് വളരെ ഉത്തമമാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി ചെയ്യേണ്ടത്? അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കർക്കിടകം സ്പെഷ്യൽ പായസമാണ്. കർക്കിടക മാസത്തിലാണ് നമുക്ക് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒരു മാസം. അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശക്തി നേടിയെടുക്കാനായി നമ്മുടെ ആഹാരത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത്. പായസം നമുക്ക് കഴിക്കാനും കുറച്ച് ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് നന്നായിരിക്കും. ഇപ്പോൾ നമ്മളൊരു മരുന്ന് പോലെ ചെയ്യുന്നതാണ്, എന്നാലും അത് കുറച്ച് ടേസ്റ്റും കൂടെ ഉണ്ടായിരുന്നാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ ഞവര അരി, ഈ ചുമന്നതാണ് ഞവര അരി. അത് ഞാൻ 1 കപ്പ് എടുത്തിട്ടുണ്ട്. 240 ml അളവ് കപ്പിൽ 1 കപ്പ് ഞവര അരി, പിന്നെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ 1/4 കപ്പ് പയർ. ഇത്രയും നന്നായിട്ട് കഴുകി വെള്ളത്തിൽ ഒരു 3-4 മണിക്കൂറായിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അത് കുക്കറിൽ വേണമെങ്കിൽ കുക്കറിൽ വേവിക്കാം, കലത്തിൽ വേണമെങ്കിൽ കലത്തിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനെല്ലാം ഒരു കുക്കറിലെടുത്തു. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തു. ഏകദേശം ഒരു 1/2 ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടപ്പ് അടച്ച് വെയിറ്റിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നോസിലിൽ കൂടെ ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുക്കറിൻ്റെ സേഫ്റ്റിയെക്കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണണം. നമ്മൾ കുക്കർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്തതാണ്. അത് നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് പാനിയാക്കി എടുക്കാം. കല്ലും മണ്ണുമൊക്കെ പോകാനായിട്ട് അരിച്ചും കൂടെ എടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ അടപ്പ് തുറന്നിട്ടുണ്ട്. ആവിയൊക്കെ പോയതിന് ശേഷം തുറന്നു. 3 വിസിൽ ആയപ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരിച്ച് എടുത്ത ശർക്കരപ്പാനി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. വെള്ളം തീരെ കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ അരിയുമായിട്ട് ശർക്കര ഒന്ന് യോജിച്ച് വരാൻ വേണ്ടി ഒന്ന് അടിക്ക് പിടിക്കാതെ ശ്രദ്ധിച്ച് ഒന്ന് ഇളക്കി. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വറുത്ത് ചേർക്കാനായി കുറച്ച് ഒരു 4-5 പീസ് മാറ്റിയതിന് ശേഷം ബാക്കി ചിരകിയെടുത്ത് പാലാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിച്ച് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തു. 2 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിലൊന്ന് അരിച്ചെടുത്ത തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തു. 1 തേങ്ങ എടുത്തിട്ട് കുറച്ച് നമ്മൾ വറുത്ത് ചേർക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ചിരകി 2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് പാല് മിക്സിയിൽ അരിച്ച് എടുത്തതാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് തേങ്ങ ചെറിയ പീസുകളാക്കി ഒന്ന് വറുത്ത് എടുക്കാം. നമുക്ക് ചുമന്ന് വരുമ്പോൾ ഈ പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഒരു തിക്നെസ് കട്ടി കൂടുതലായിരുന്നു, അതൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്തിരുന്നു.
പിന്നെ നമ്മൾ വറുത്തെടുത്ത ഈ തേങ്ങയും ചേർത്ത് കൊടുത്തു. ഒരു 4-5 ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് തുളസി നമുക്ക് ആരോഗ്യത്തിന് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ നമുക്ക് തുളസി വേണമെങ്കിലും ഇതിൽ ചേർക്കാം. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. തുളസി നമുക്ക് ചുമയ്ക്കും ജലദോഷത്തിനുമൊക്കെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ഈ തുളസി ഇല. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ തുളസി ഇല ഒരു പിടി തുളസി ഇല കൂടെ ചേർത്ത് കൊടുത്തു. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ കർക്കിടക പായസം ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. അതിൽ ഉലുവയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മൾ മധുരം കൊടുത്തത് കൊണ്ട് അത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ മാസത്തിൽ ഇതൊക്കെ ഒന്ന് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.